എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം കാണാൻ ശ്രമിക്കുക. നിങ്ങളുമായി റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും കൂടെ നോക്കി നോക്കാം. ഓക്കെ, 7 ഓഫ് വാണ്ട്സ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു നല്ല രീതിയിലേക്ക് മാറ്റണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഏത് കാര്യവും അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നിട്ടുണ്ടോ, അതെങ്ങനെ ഞാൻ ശരിയാക്കും എന്നൊക്കെയുള്ള ചിന്തകളിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. അപ്പം ഇത് തന്നെയാണ് ഇതിലും പറയുന്നത്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു വളരെ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് മാറിപ്പോയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോഴും എന്താണ് ഇവിടെ സംഭവിച്ചു പോയത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ശരിയാക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതിനെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകണമെന്നൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം ആ ഒരു പേഴ്സണെ നിങ്ങൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. അടുത്തത് 3 ഓഫ് കപ്സ് ആണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പം ആ ഒരു പേഴ്സൺ ഇപ്പോൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു അതായത് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ ആളുടെ സൗഹൃദങ്ങളാകാം, ഒരു ഫാമിലി ആകാം. കാരണം അവിടെ ആ ഒരു വ്യക്തി വളരെയധികം ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നൈറ്റ് ഓഫ് കപ്സ്. അപ്പം ഇവിടെ വരുന്ന ഒരു എനർജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാകാം. എല്ലാത്തിനേക്കാളും ഉപരിയായി നിങ്ങൾ ഈ ഒരു പേഴ്സണിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ കണ്ണിൽ ഈ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു രീതിയാണ് ആ ഒരു പേഴ്സണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു റിലേഷനെ, അല്ലെങ്കിൽ ഒരു എന്ത് പ്രശ്നം വന്നാലും ഇതിനെ എനിക്ക് ഓക്കെയാണ്, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നു, ഇപ്പോഴും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ പഴയതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ഈ ഒരു ഫോർച്യൂൺ കാർഡ് ലൈക്ക് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പം നമ്മുടെ ഒരു കാർമിക് ക്ലിയറൻസിലൂടെ നമ്മൾ പോകുന്ന ഒരു പീരീഡാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം, ഞാൻ എൻ്റെ ഒരു കർമ്മ എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ, അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിൽ നിന്ന് എനിക്കൊരു സെപ്പറേഷൻ എടുക്കേണ്ടി വന്നത് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണെ തിരികെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയം മാറും, തീർച്ചയായും എൻ്റെ അടുത്തേക്ക് തന്നെ ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടു ഓഫ് വാണ്ട്സ്. നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. ആള് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആള് എന്ത് ചെയ്യുന്നു, ആളുടെ കൂടെ ആരുണ്ട്, ആള് ഹാപ്പിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു പേഴ്സണെ ചേസ് ചെയ്യുന്നു. നിങ്ങൾ അങ്ങോട്ടേക്ക് അന്വേഷിച്ച്
നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടാകാം. ആളെ എപ്പോഴും ഫോളോ ചെയ്ത് വാട്സപ്പിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആളെ ആക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കി നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ അടുത്ത് നിന്ന് പോയാലും ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നതും. നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയൊക്കെ ഈ ഒരു പേഴ്സണെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ആ ഒരാളുള്ള ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നത്. യെസ്, 2 of Swords ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു വേദന തന്നിട്ടാണ് പോയതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചെയ്ത കാര്യങ്ങളെയൊക്കെ ഫൊർഗീവ് ചെയ്ത ആ ഒരു പേഴ്സണെ തിരികെ വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോഴും റെഡിയാണ്. പക്ഷെ എന്നാൽ അതേ സമയത്ത് തന്നെ വീണ്ടും ആ ഒരു പേഴ്സൺ തിരികെ പോകുമോ എന്നുള്ള ഒരു ഭയവും കൂടി നിങ്ങളുടെ ഒരു ഒരു ഉള്ളിൽ, നിങ്ങളുടെ ഒരു മനസ്സിൽ അങ്ങനെയുള്ള ഒരു പേടി വരുന്നത് ഇവിടെ കാണാം, കാർഡിൽ കാണാം. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഒന്ന് കോളെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഒരു മെസ്സേജെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന്, ഒരു കോൺവെർസേഷൻ, ആളോടൊന്ന് സംസാരിക്കാൻ അത്രയും ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ എങ്കിലും മതിയായിരുന്നു എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 6 of Pentacles. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ തിരികെ വന്നു കഴിഞ്ഞാൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ തന്നെ ഈ ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് വളരെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഒരു മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്ന് വന്നാൽ മതി, ആ ഒരു പേഴ്സൺ ഒന്ന് തിരികെ വന്നാൽ മതി എന്നാണ് നിങ്ങൾ ഇവിടെ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു പേഴ്സണിൻ്റെ ഇതാണ് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത്. ആ ഒരു പേഴ്സൺ എന്താണ് അദ്ദേഹത്തിൻ്റെ എനർജി എന്നും കൂടി നോക്കാം. ഏസ് ഓഫ് സോർഡ്സ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ്. അതായത് അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വേണം. അത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയതുകൊണ്ട് ഇവിടെ എടുക്കുന്നത്, നിങ്ങളോടുള്ള ഫീലിങ്സ് ആയതുകൊണ്ട് അത് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ തന്നെ ഒരു പുതിയ ബിഗിനിങ് വേണമെന്ന് അവർ ഒരു സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 കാർഡ് വന്നിരിക്കുന്നത് എപ്പോഴും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ തുടക്കം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയിട്ടായിരിക്കാം നിൽക്കുന്നത്. അതിനൊരു പുതിയ തുടക്കം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാൽ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ അവർക്കിപ്പോൾ കഴിയുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമായിരിക്കാം. അപ്പം അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനോ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ അവരൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം മാറും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ മാറ്റി കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടായാലും ഇതിനകത്തൊരു വളരെ നല്ലൊരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കാൻ ഇപ്പം മടിക്കുന്നത്. 7 of Swords വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം പറയുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് ഇവിടെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ലൈക്ക് അവർക്ക് തേർഡ് സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് അവർക്ക് അറിയുന്നില്ല. അവരുടെ മുമ്പിലുള്ളതെല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരുടെ ജോലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം തേർഡ് സിറ്റുവേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തിനെ ചൂസ് ചെയ്യണം,
എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പം അവർക്കിങ്ങനെ ഈ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ഫീലാണ്. ലൈക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അത്രത്തോളം അവർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളുടെ ഒരു പ്രസൻസും ഒക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് അവരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു രണ്ട് സിറ്റുവേഷനെ അവർക്ക് ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് താമസം വരുന്നത്. യെസ്, ഡെത്ത് കാർഡ്. ഓക്കെ, ഡെത്ത് കാർഡ് എന്ന് പറയുമ്പം ഈ ഒരു സിറ്റുവേഷൻ എല്ലാം മാറും. അതായത് അവർ വിചാരിക്കുന്നതും ഇങ്ങനെയാണ്, ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരു ഒറ്റയടിക്ക് എല്ലാം ഒന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, എന്നിട്ട് വീണ്ടും നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് പോലെ ഒരു പഴയ സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ നിങ്ങളുടെ ഒരു ലൈഫ് അവരുടെ മുമ്പിൽ കാണുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അവർ കൂടുതലായിട്ട് ഇപ്പൊ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവർ വിചാരിച്ചിരുന്ന ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ ഒന്നും അവർക്ക് നിങ്ങളെ വിട്ടു പോയപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷങ്ങളും കിട്ടാണ്ടായപ്പോൾ അവരിപ്പോൾ അങ്ങനെയാണ് കരുതുന്നത്. അതായത് ഒരു ഇപ്പോൾ ഉള്ള ഈ എല്ലാ സിറ്റുവേഷൻസും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, അതായത് ഡെത്ത് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു എൻഡിങ് വരണം. അവർ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, അവരുടെ ഈഗോ അങ്ങനെയുള്ള എല്ലാത്തിനും ഒരു എൻഡിങ് വന്നിരുന്നെങ്കിൽ എന്ന് അവർ തീവ്രമായിട്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ചുകൾ വരണം. അതായത് എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് അവിടെ വരണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഇത് മാഞ്ഞു പോകണം. അപ്പൊ അവരങ്ങനെയാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള എല്ലാ സിറ്റുവേഷൻസും ഒന്ന് പെട്ടെന്ന് ഒന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഒരു സഡൻ ഇൻസിഡന്റ് ആണ് ഈ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാം വളരെ പെട്ടെന്ന് ഒന്ന് എന്തെങ്കിലും ഒരു മിറാക്കിളൊക്കെ സംഭവിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് എങ്ങോട്ടേലൊക്കെ ഒന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ എന്നൊക്കെ അവരിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്സ്, അത് തന്നെയാണ് അവർക്ക് പാസ്റ്റിലേക്ക് നോക്കാനാണ് അവർക്ക് ഭയങ്കരമായ ഇഷ്ടം. അതായത് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു മൊമെന്റ്സ്, നിങ്ങളുടെ നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു മൊമെന്റ്സിലേക്ക് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാം, ചിലപ്പം അതിനിടയിലായിരിക്കാം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നത്. അപ്പം അവർക്ക് അതായത് ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അതിന്റെ ബാക്കിലേക്ക്, അതായത് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെന്റ്സിലേക്ക്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വളരെയധികം സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്തിലേക്കാണ് അവരിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 7 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് സോർട്സ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ ഒരുപാട് ഈ ഒരു സിറ്റുവേഷനെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കൂടെയുള്ള സിറ്റുവേഷൻസിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ അവരറിയാതെയൊക്കെ ആയിരിക്കും ചിലപ്പം, ലൈക്ക് നിങ്ങളെയും അവരെയും ഒന്നിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാകും. അവർക്ക് അതും ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പം അതിനെ എല്ലാത്തിനെയും ഒന്നിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതായത് ഈ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അതിനുള്ള ഒരു റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അവർക്ക് അറിയാം നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, എന്നാലും വേണ്ടില്ല തിരിച്ചിങ്ങോട്ട് തന്നെ വരണം, എന്ത് പറഞ്ഞാലും സാരമില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ആൾ നിൽക്കുന്നത്. നിങ്ങളെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണെന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എന്നാലും അവരതിനു വേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറായി, അവരതിനു വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു കാർഡില് 7 ഓഫ് പെൻഡക്കിൾസിൽ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിവാർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതിനടുത്തേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള ആ ഒരു ഫീലിങ്സ് എന്താണോ അത് തന്നെയാണ് അവർക്ക് ഇങ്ങോട്ടും ഉള്ളത്. അവർക്ക് വളരെയധികം സ്നേഹമാണ്.
യെസ്, ജഡ്ജ്മെന്റ് കാർഡാണ് വന്നിരിക്കുന്നത് അടുത്തത്. അപ്പം ജഡ്ജ്മെന്റ് കാർഡിൽ വരുന്നൊരു മെസ്സേജ് എന്ന് പറയുമ്പോൾ ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഒരു നമ്മളിവിടെ കണ്ടിരുന്നു ഡെത്ത് കാർഡിൽ വന്ന ഒരു ട്രാൻസിഷൻ സെയിം ആണ് ജഡ്ജ്മെന്റിൽ വരുന്നത്. അതായത് ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അവരിപ്പോൾ കരുതുന്നുണ്ട് അവർക്ക് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതും ഒക്കെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആ പാസ്റ്റിലേക്ക് തിരിച്ചു പോയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതായത് അവർ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു പാസ്റ്റിലേക്ക് പോയിട്ട് അവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മൾ ഇവിടെയും കണ്ടിരുന്നു 6 ഓഫ് കപ്സ് പാസ്റ്റിലേക്ക് അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തന്ന ആ ഒരു പെയിനിനെ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളോടൊന്ന് ബിഹേവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ മിസ്റ്റേക്കുകളെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ വേണ്ട രീതിയിൽ ഒരു എഫേർട്ട് അവർ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് ഇതിനൊരു മാറ്റം വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുന്നതും ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിലായിരിക്കും. അതായത് നിങ്ങളുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഇനി വരുന്നതും. ഇവിടെ 2 കാർഡും കറക്റ്റ് അതാണ്. ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് ആ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു വ്യക്തിക്ക് ഒരു പുതിയ മനുഷ്യനായിട്ട് ഒരു പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെ തിരികെ വരിക എന്ന് പറയില്ലേ, അതുപോലെ ഒരു എനർജിയിലേക്ക് ആള് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വരുന്നത്. ആളും അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനി ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ ശ്രമിക്കാതെ നിങ്ങളുടെ കൂടെ ഒരു നല്ലൊരു ബിഗിനിങ്, നല്ലൊരു ഈ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ക്യൂൻ ഓഫ് കപ്സ് ഒക്കെ പറയുമ്പോൾ വളരെ നർച്ചറിങ് ആയിട്ട് നിങ്ങളെ നല്ലപോലെ നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നതും. യെസ്, പേജ് ഓഫ് കപ്സ് ആണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. എന്തോ എവിടെയോ ഒരു ചെറിയ ഒരു ഈഗോ, അതായത് ഈഗോ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ആൾക്ക് ഒന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരു നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പെട്ടെന്ന് വന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പോകേണ്ടിയൊക്കെ വരുമ്പോൾ നിങ്ങളെ വീണ്ടും ഹേർട്ട് ചെയ്യുമെന്നൊക്കെയുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം ആളിപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇത് മുഴുവനായിട്ട്, അതായത് അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് എന്താണോ അതിനെല്ലാം ഒന്ന് ശരിയാക്കി അതെല്ലാം മാറിയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഒരു പെർമനന്റ് ആയിട്ടൊരു റീകൺസിലേഷൻ, ജഡ്ജ്മെന്റിൽ അതാണ്, പെർമനന്റ് റീകൺസിലേഷൻ ആണ്. അപ്പോൾ അങ്ങനെ തന്നെ തിരിച്ചു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്കിപ്പോൾ വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അറ്റ്ലീസ്റ്റ് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് അവരിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്നൊരു മെസ്സേജ് നിങ്ങൾ നേരത്തെ നമ്മൾ നിങ്ങളുടെ എനർജി എടുത്തപ്പോഴും കണ്ടിരുന്നു, അവിടെ പേജ് ഓഫ് സോർട്സ് വന്നിരുന്നു. അതിൽ പറയുന്നത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണ്. അപ്പോൾ അതേ എനർജി തന്നെയാണ് ഇവിടെ. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു ഹായ് എങ്കിലും പറയണം എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. യെസ്, 6 ഓഫ് വാൻഡ്സ് ആണ് അടുത്തതായി വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു റിലേഷനെ ഒരു ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു നല്ല സെലിബ്രേഷൻ മോഡിലേക്ക് കൊണ്ടുവരണം. ലൈക്ക് ചിലപ്പോൾ ഒരു വിവാഹമായിരിക്കാം, ചിലർക്ക് ഒരു വിവാഹം പോസിബിൾ ആണ്, ചിലർക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു നല്ല മൊമെന്റ്സ്, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ്സിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണ് നിൽക്കണം, അങ്ങനെ തന്നെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇത് ടവർ സിറ്റുവേഷൻ ആണ്. നമ്മുടെ ഡെത്തിൽ പറഞ്ഞിരുന്നു എല്ലാം കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത്. വീണ്ടും അത് ഒന്നുകൂടി എടുത്തു പറയുന്നതാണ് ഈ ഒരു ടവർ കാർഡും. ടവർ എന്ന് പറയുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് ആളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനെ ഒരു
ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ കൂടെ വളരെയധികമായിട്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അത് തന്നെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെയും ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു മെസ്സേജ്. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.